പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അങ്ങ് അതിയായി സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഓ പിതാവേ, അങ്ങയുടെ ആ വലിയ പിതൃസ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ യൗസേ പിതാവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പിതൃത്വത്തിൻ്റെ പ്രതിരൂപം എന്ന പോലെ യൗസേ പിതാവിനെ ഈ ഭൂമിയിൽ അങ്ങ് സൃഷ്ടിച്ചു. പിതാവായ ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുവാൻ ഈ ഭൂമിയിൽ സാന്നിധ്യമായി യൗസേ പിതാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകി. യൗസേ പിതാവിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ദിവസങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെയും അങ്ങയുടെ സ്നേഹത്തിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ച് ആ സ്നേഹം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരണമേ എന്ന് യൗസേ പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. സ്വർഗമേ, സ്വർഗ സൈന്യങ്ങളെ, സ്വർഗനിവാസികളെ, നിങ്ങളുടെ വലിയ മാധ്യസ്ഥം ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങളോടെല്ലാം ചേർന്ന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേ പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടി അണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യൗസേ പിതാവിനുള്ള പ്രതിഷ്ഠയുടെ 9ാമത്തെ ദിവസത്തിലേക്ക് നാം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. യൗസേ പിതാവ്, ഒരു പിതാവിൻ്റെ സാന്നിധ്യമാണ് യൗസേ പിതാവ്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പിതാവിൻ്റെ വാത്സല്യം, ഒരു പിതാവിൻ്റെ സ്നേഹം, ഒരു പിതാവിൻ്റെ പരിപാലന മനുഷ്യ മക്കൾക്ക് അത്യന്താപേക്ഷിതമാണെങ്കിൽ ഇന്ന് ഒത്തിരിയേറെ മക്കള് അപ്പനില്ലാത്തതിൻ്റെ നൊമ്പരം. ഒരു കുടുംബത്തിൽ ഒരു അപ്പനുണ്ടാകണം, ഒരു പിതാവുണ്ടാകണം. ആ പിതാവിൻ്റെ സ്നേഹവും പരിലാളനയും പരിപാലനയും ശക്തമായ മാതൃകയും ഒരു കുടുംബത്തെ, മക്കളെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലേക്കാൾ ഏറെ, നമ്മുടെ നാട്ടിലുമുണ്ട് ഇഷ്ടം പോലെ. ഒത്തിരിയേറെ മക്കള്, അപ്പനില്ലാത്ത മക്കൾ അമ്മയുടെ കൂടെ താമസിക്കുന്നു. അവരെ സംബന്ധിച്ച് അപ്പനില്ല, ഇനി അപ്പനുണ്ടെങ്കിൽ തന്നെ അത് രണ്ടാനപ്പനായിരിക്കാം. അങ്ങനെയൊക്കെ കഴിയുന്ന ഒത്തിരിയേറെ മക്കള് അപ്പനില്ലാത്തതിൻ്റെ നൊമ്പരം പേർന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, ചില മക്കൾക്ക് അമ്മയെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ മക്കള് പരിശുദ്ധ അമ്മയെ തൻ്റെ പ്രിയപ്പെട്ട അമ്മയായിട്ട് സ്വീകരിച്ച് ഏറ്റുപറയുന്നത്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ അമ്മയില്ലാത്ത അവസ്ഥയിൽ തൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ ഏറ്റുപറയുകയും അമ്മയുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. അമ്മയെ പരിശുദ്ധ അമ്മയിൽ കാണുന്ന മക്കള്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേ പിതാവ് ഇന്ന് അനേക മക്കൾ അപ്പനായിട്ട് സ്വീകരിക്കേണ്ട ഒരു മഹാവിശുദ്ധനാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണെങ്കിൽ യൗസേ പിതാവ് നമ്മുടെ പിതാവാണ്. അപ്പനില്ലാത്തതിൻ്റെ നൊമ്പരം നമുക്കറിയാം. ഒരു കുടുംബത്തിൽ അപ്പനില്ലെങ്കിൽ അപ്പൻ്റെ ആ ഒരു നേതൃത്വം, അപ്പൻ്റെ ആ ഒരു അപ്പൻ്റെ ആ ഒരു പരിപാലന, അപ്പൻ്റെ സാന്നിധ്യം, അത് ഭയങ്കര ശക്തിയാ. അതുകൊണ്ട് തന്നെ അപ്പനില്ലാത്ത മക്കൾക്ക്, അപ്പനില്ലാത്ത അവസ്ഥയ്ക്ക് അപ്പൻ വേണ്ടത് കൊണ്ട് യൗസേ പിതാവ്
നമ്മുടെ മാനവ കുലത്തിന്, നമ്മുടെ മക്കൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും ഒരപ്പൻ്റെ സാന്നിധ്യമാണ്. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡ് ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മുടെ പിതാവായ ദൈവത്തെ പ്രതിനിധീകരിക്കാൻ, റെപ്രസെന്റ് ചെയ്യാൻ ഒറ്റ വിശുദ്ധൻ മാത്രമേ ഭൂമിയിലുള്ളൂ. അത് വിശുദ്ധ യൗസേ പിതാവാണ്. അതിനാൽ തന്നെ പിതാവായ ദൈവം അതിനു വേണ്ട എല്ലാ കൃപകളും പിതൃഹൃദയവും സ്നേഹവും പരിലാളന ശക്തിയും അതിനാവശ്യമായ എല്ലാ ഗുണഗണങ്ങളും നിറച്ച് യൗസേ പിതാവിനെ അഭിഷേകം ചെയ്തു. യൗസേ പിതാവിനെ ദൈവം സൃഷ്ടിച്ചത് ഒരപ്പനാകാൻ വേണ്ടിയാണ്. ആ അപ്പനാകാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ഈ യൗസേ പിതാവിനെ ദൈവമായ കർത്താവ് തൻ്റെ പ്രതിനിധിയായിട്ട് സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ യൗസേ പിതാവിനെ ദൈവം സൃഷ്ടിച്ചത് ഒരപ്പനാകാൻ വേണ്ടിയാണ്. പിതാവായ ദൈവം തൻ്റെ മക്കളായ നമ്മെ അതിയായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നാം വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനത്തിൽ, അവരിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം തൻ്റെ മക്കളായി നമ്മെ അതുപോലെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇനി അവിടുന്ന് നമ്മെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ഏകജാതനെ നമുക്ക് നൽകിയത് നമ്മെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ തൻ്റെ ഏകജാതനിലൂടെ നമ്മെ ദൈവമക്കളുടെ സ്ഥാനത്തിലേക്ക്, പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിലൂടെ നമുക്ക് സ്വർഗസ്ഥനായ പിതാവുമായുള്ള ഒരു പിതൃബന്ധം സ്ഥാപിച്ചു. ഈശോ പറഞ്ഞില്ലേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മെ ഒരുക്കിയിട്ട് സ്വർഗസ്ഥനായ പിതാവായ ദൈവം നമ്മുടെ അപ്പനാണെന്ന്, പിതാവാണെന്ന് യേശുവിലൂടെ നമ്മെ ദൈവമായ കർത്താവ് പഠിപ്പിച്ചു. അപ്പോൾ നമ്മെ രക്ഷിക്കുക മാത്രമല്ല, ദൈവമക്കളാക്കി മാറ്റി സ്വർഗസ്ഥനായ പിതാവിനെ അപ്പാ എന്ന് വിളിക്കാൻ വേണ്ടി ദൈവം നമ്മെ ഒരുക്കി. ആ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള വലിയ അവകാശം നമുക്ക് നൽകി നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ മക്കൾ അറിയണം. ആ അപ്പനെ പിതാവേ എന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവമക്കളാകാൻ വേണ്ടിയാണ്. ദൈവമക്കളായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. നമ്മൾ ഈ ലോകത്തിൻ്റെ മക്കളല്ല, ഈ ലോകത്തിലെ ആരുടേതുമല്ല. നമ്മൾ ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവമക്കളുടെ ബന്ധത്തിൽ ആയിത്തീരുക, ആ ബന്ധത്തിൽ ജീവിക്കുക. അതിനുവേണ്ടി വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രതിഷ്ഠ നമ്മെ ഒത്തിരിയേറെ സഹായിക്കും. ഈ പ്രതിഷ്ഠയിലൂടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ശരിക്കും ആയിത്തീരുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് മാറുകയും ആ പിതാവായ ദൈവത്തെ അപ്പൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്ന വലിയ അഭിഷേകമാണ് വിശുദ്ധ യൗസേ പിതാവിനുള്ള പ്രതിഷ്ഠയിലൂടെ നമുക്ക് സംജാതമാകാൻ പോകുന്ന വലിയ അനുഗ്രഹം. യൗസേ പിതാവിനുള്ള പ്രതിഷ്ഠയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പിതാവിൻ്റെ സാന്നിധ്യവും ഒരു പിതൃബന്ധവും ഉറപ്പിക്കപ്പെടുകയാണ്. ഇത് നമ്മൾ ഈശോയിൽ നിന്നാണ് പഠിക്കുന്നത്. നമുക്കറിയാം, ഈശോയുടെ മനുഷ്യാവതാരത്തിൽ, ഈശോയുടെ മനുഷ്യപ്രകൃതിയുടെ പിതാവാകാൻ വേണ്ടി, അപ്പനാകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ യൗസേ പിതാവ്. ഈശോയുടെ അപ്പൻ, ഈശോയുടെ പിതാവ്. നോക്കിക്കേ, ഈശോ യൗസേ പിതാവിനോടൊപ്പം ഒരു മേൽക്കൂരയുടെ കീഴിൽ താമസിക്കുവാൻ തിരുമനസായി. ഈശോ യൗസേ പിതാവിൻ്റെ മകനായിട്ട് ജനിക്കുവാൻ ദൈവം തിരുമനസായി. ഈശോ തൻ്റെ വളർച്ചയിൽ തന്നെ യൗസേ പിതാവിന് ഭരമേൽപ്പിച്ചു. തൻ്റെ ജനനം, തൻ്റെ വളർച്ച. ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരേ ആളെയാണ് അപ്പ എന്ന് വിളിച്ചിട്ടുള്ളൂ. അത് യൗസേ പിതാവിനെയാണ്. യൗസേ പിതാവ് ഈശോയ്ക്ക് വലിയ ഒരു മാതൃകയായിരുന്നു. അനുകരിക്കുവാൻ വേണ്ടി ഈശോയുടെ മനുഷ്യപ്രകൃതിയിൽ, ഈ ഭൂമിയിലെ വാസത്തിൽ, വളർച്ചയിൽ അനുകരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത അപ്പനാണ് യൗസേ പിതാവ്.
നമ്മൾ കണ്ടു ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇൻക്രീസർ എന്നാണ്. ആഡപ്പ് ചെയ്യുന്നവൻ, വളർത്തുന്നവൻ. ഈശോയെ വളർത്തുവാൻ, ഈശോയെ പരിപാലിക്കുവാൻ, ഈശോയെ കാത്തു സൂക്ഷിക്കുവാൻ, ഈശോയുടെ മനുഷ്യപ്രകൃതിയെ വളർത്തുവാൻ വേണ്ടി ഈശോ തിരഞ്ഞെടുത്ത അപ്പനാണ്, പിതാവാണ് യൗസേപ്പ് പിതാവ്. അതോടൊപ്പം തന്നെ ഈശോ ജോസഫിന്റെ പുത്രൻ എന്ന്, ആ തച്ചന്റെ മകൻ എന്ന് അറിയപ്പെടാൻ ആഗ്രഹിച്ചു. ഈശോയെ അങ്ങനെ പലരും വിളിച്ചു. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈശോയും ആഗ്രഹിക്കുന്നുണ്ട്. എന്തെന്നറിയോ? നമ്മൾ ഓരോരുത്തരും ഈ തച്ചന്റെ മകൻ, യൗസേപ്പ് പിതാവിന്റെ മകൻ, യൗസേപ്പ് പിതാവിന്റെ മകൾ എന്ന് പേരിൽ അറിയപ്പെടാനും അങ്ങനെ പറയുന്നതിൽ സന്തോഷിക്കുവാനും അഭിമാനിക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവിൻ്റെ ആ ഒരു സ്നേഹം ഒരു പിതാവിൻ്റെ സ്നേഹമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എപ്പോഴും നമുക്ക് യൗസേപ്പ് പിതാവ് എന്ന് പറയുമ്പോൾ ഒരപ്പൻ്റെ സ്നേഹമാണ്, ഒരപ്പൻ്റെ സാന്നിധ്യമാണ്, ഒരപ്പൻ്റെ പരിപാലനയാ, ഒരപ്പൻ്റെ ലാളനയാ, ഒരപ്പൻ്റെ സ്നേഹം. ഇന്ന് അനേക മക്കൾ പറയാറുണ്ട്, യൗസേപ്പ് പിതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരപ്പൻ്റെ സ്നേഹം, ഒരപ്പൻ്റെ സാന്നിധ്യം, ഒരപ്പൻ്റെ കരുതൽ. നിങ്ങളും അനുഭവിച്ചിട്ടുള്ള മക്കളായിരിക്കാം. ശാന്തനായ ഒരപ്പൻ, സൗമ്യനായ ഒരപ്പൻ, എല്ലാം മനസ്സിലാക്കുന്ന അപ്പൻ, ധൈര്യശാലിയായ അപ്പൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ലുത്തിനിയായിലൂടെ കടന്നു പോകുമ്പോൾ ആ ലുത്തിനിയായിൽ യൗസേപ്പ് പിതാവിനെ വിശേഷിപ്പിക്കുന്ന ഓരോ സ്ഥാനങ്ങളുണ്ട്, ഓരോ പേരുകളുണ്ട്. ആ പേരുകൾ ഇനി നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഓരോന്ന് 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 എടുത്ത് ധ്യാനിച്ച് യൗസേപ്പ് പിതാവിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ യൗസേപ്പ് പിതാവാകുന്ന അപ്പൻ്റെ ശക്തി, അപ്പൻ്റെ കരുതൽ, അപ്പൻ്റെ മധ്യസ്ഥം, അപ്പൻ്റെ സ്വഭാവം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പ്രതിഷ്ഠയിൽ നമ്മളായിരിക്കുമ്പോൾ യൗസേപ്പ് പിതാവാകുന്ന പിതാവ്, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന പോലെ പിതാവായ ദൈവം തൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, തൻ്റെ പ്രതിനിധിയാകാൻ വേണ്ടി തിരഞ്ഞെടുത്ത, സൃഷ്ടിച്ച യൗസേപ്പ് പിതാവിനെ ഒരപ്പനാക്കി ഈ ഭൂമിയിൽ നമുക്ക് നൽകുമ്പോൾ ഈ യൗസേപ്പ് പിതാവിനെ അതുപോലെ സ്നേഹിക്കാനും ഈ യൗസേപ്പ് പിതാവിൻ്റെ വലിയ സംരക്ഷണത്തിൽ ആയിരിക്കുവാനും ഈ യൗസേപ്പ് പിതാവിൻ്റെ മക്കളെന്ന് ആത്മാർത്ഥതയോടെ, ആണത്തത്തോടെ, അവകാശത്തോടെ, അഭിമാനത്തോടെ പറയുവാനും നമുക്കിടയാകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായിരിക്കുന്നത് പോലെ വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മുടെ അപ്പനായിട്ട് മാറും. ആ സംരക്ഷണത്തിൽ നമ്മൾ ദൈവകൃപയിൽ വളരും. അതുകൊണ്ട് തന്നെ ഈ പീറ്റർ ഏമിയാട് പിന്നീട് ഒരിക്കലും പറയുന്നുണ്ട്, അതായത് ദൈവമായ കർത്താവ് ഒരുവനെ ദൈവകൃപയിൽ വളർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ യൗസേപ്പ് പിതാവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് അവനെ കൂടുതൽ അടുപ്പിക്കും. അതായത് യൗസേപ്പ് പിതാവുമായുള്ള ആഴമായ ബന്ധത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈശോയെ വളർത്തിയ അപ്പനാകുന്ന പിതാവാകുന്ന യൗസേപ്പ് പിതാവ് നമ്മെയും ഈശോയിൽ വളർത്തും, ദൈവത്തിലേക്ക് അടുപ്പിക്കും, കൃപയിൽ വളർത്തുന്നു. ഹീസ് ദ ഇൻക്രീസർ. അവൻ വളർത്തുന്നവനാണ്, അവൻ ശക്തിയോടെ മുന്നോട്ട് നയിക്കുന്നവനാണ്. ആ അപ്പൻ കാത്തു പരിപാലിക്കുന്നവനാണ്, അവൻ എല്ലാം കാത്തു സംരക്ഷിക്കുന്ന സ്നേഹനിധിയായ പിതാവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് യൗസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യം ഈശോയ്ക്ക് തൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, യൗസേപ്പ് പിതാവ് ദൈവമൊന്നുമല്ല. ഈശോയും ദൈവവും തമ്മിലുള്ള, പിതാവും തമ്മിലുള്ള ബന്ധത്തിൽ യൗസേപ്പ് പിതാവിന് ഒന്നും ചെയ്യാനില്ല. കാരണം അത്രമാത്രം അഭേദ്യമായ ഞാനും പിതാവും ഒന്നാണ്. ഈശോയുടെ ദൈവിക പ്രകൃതിയിൽ യൗസേപ്പ് പിതാവിന് ഒന്നും ചെയ്യാനില്ല. കാരണം ഈശോ ദൈവപുത്രനാണ്, ദൈവം തന്നെയാണ്, വചനം മാംസം ധരിച്ചതാണ്, പിതാവുമായുള്ള അഭേദ്യമായ ബന്ധമുണ്ട്. അതിലൊന്നും യാതൊരു മാറ്റവും വരുത്താൻ യൗസേപ്പ് പിതാവിന് സാധ്യമില്ല. ഈശോയുടെ മഹത്വത്തിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും യൗസേപ്പ് പിതാവിന് സാധ്യമല്ല. എന്നാൽ മനുഷ്യനായിട്ട് അവതരിച്ച ഈശോയുടെ മനുഷ്യപ്രകൃതിയിൽ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ യൗസേപ്പ് പിതാവിനെ ദൈവം തിരഞ്ഞെടുത്തു. അതിനുവേണ്ടി യൗസേപ്പ് പിതാവിനെ ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്തു. അതിനാൽ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച ഈശോയുടെ മനുഷ്യപ്രകൃതിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്ഥാനം വഹിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് യൗസേപ്പ് പിതാവിനെ ഈശോയുടെ അപ്പനായിട്ട്, പിതാവായിട്ട് ഇവിടെ സൃഷ്ടിക്കുകയാണ്, നൽകുകയാണ്. കാരണം സ്വർഗീയ പിതാവിന് മനുഷ്യ പ്രകൃതിയില്ല.
സ്വർഗീയ പിതാവിൻ്റെ മനുഷ്യപ്രകൃതി സ്വീകരിച്ച വലിയ പിതാവാണ് യൗസപിതാവ് ഈശോയെ സംബന്ധിച്ചിടത്തോളം. യൗസപിതാവിനെ കണ്ടപ്പോൾ, യൗസപിതാവിനെ കേട്ടപ്പോൾ, യൗസപിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചപ്പോൾ, യൗസപിതാവ് പരിശുദ്ധാമ്മയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഓരോ പ്രവൃത്തിയും നിരീക്ഷിച്ചപ്പോൾ ഈശോയ്ക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു സാന്നിധ്യം, ഒരു സ്നേഹം, ഒരു വാത്സല്യം, ഒരു ഐക്യം ഈ യൗസപിതാവിൽ കാണുവാൻ സാധിച്ചു എന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, ഈശോയെ സംബന്ധിച്ച് യൗസപിതാവ് എന്ന് പറയുന്നത് തൻ്റെ പിതാവിൻ്റെ സ്നേഹം, തൻ്റെ പിതാവിൻ്റെ കരുതൽ, ഇതെല്ലാം നിറച്ചു നൽകുന്ന ഭൂമിയിലെ സാന്നിധ്യമാണ് യൗസപിതാവ്. ഒരപ്പൻ്റെ സ്നേഹം, ഒരു പിതാവിൻ്റെ സ്നേഹം. അതുകൊണ്ട് യൗസപിതാവിൻ്റെ സാന്നിധ്യം വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഒരു പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ്. ഇനി നാം മനസ്സിലാക്കേണ്ടത്, സ്വർഗീയ പിതാവ് യൗസപിതാവിലൂടെ ഈശോയ്ക്ക് എന്താണോ നൽകിയത് അത് നമുക്കും നൽകുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ വളർത്തു പിതാവാക്കി പിതാവായ ദൈവം ജോസഫിനെ മാറ്റിയെങ്കിൽ ഈശോയുടെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാകുന്ന നമുക്കും നമ്മുടെ ജീവിതത്തിനും യൗസപിതാവിനെ ഒരു പിതാവായിട്ട് നൽകുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഈശോയും അതുതന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ തന്നെ ഈ യൗസപിതാവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു. ജനനം മുതൽ വളർച്ചയിൽ, ഓരോ സമയത്തിലും, അപകടത്തിലും, ഒത്തിരി സഹനങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാം യൗസപിതാവാകുന്ന അപ്പൻ്റെ കരങ്ങളിലേക്ക് വിശ്വസ്തയോടുകൂടി ഭരമേൽപ്പിച്ചതുപോലെ അനുസരണമുള്ള, വിധേയത്വമുള്ള, എളിമയുള്ള മകനാക്കി ഈശോ യൗസപിതാവിന് സമർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളും യൗസപിതാവിന് നമ്മെ തന്നെ സമർപ്പിക്കണം എന്ന് പിതാവായ ദൈവവും ഈശോയും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈശോയുടെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് സഭ. അതുകൊണ്ടാണ് 1870 9 പിയൂസ് മാർപ്പാപ്പ കത്തോലിക്ക തിരുസഭയുടെ സാർവത്രിക സഭയുടെ പാലകനായിട്ട് ഈ യൗസപിതാവിനെ വാഴിച്ചത്, പ്രഖ്യാപിച്ചത്. ഈ തിരിച്ചറിവാണ്. യൗസപിതാവ് സഭയുടെ പാലകനാണ്. മൗതിക ശരീരമാകുന്ന യേശുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭയുടെ പാലകൻ, പിതാവ്, അപ്പൻ, കാത്തു സൂക്ഷിക്കുന്നവൻ ജോസഫാണ്, യൗസപിതാവാണ്. ആ യൗസപിതാവിനെ ഈ തിരുസഭയുടെ കാവൽക്കാരനാക്കി പ്രഖ്യാപിക്കുവാൻ ഇടയാക്കിയത് ഈ ഒരു തിരിച്ചറിവാണ്, ഈ ഒരു വലിയ കണ്ടെത്തലാണ്. ഇതാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, യൗസപിതാവ് വീണ്ടും വീണ്ടും അച്ഛൻ പറയുകയാണ്, ഒരു പിതാവിൻ്റെ വലിയ സാന്നിധ്യമാണ്. ഉണ്ണിയെ കൈകളിലെടുത്ത്, ഉണ്ണിയെ മാറോട് ചേർത്ത് പിടിച്ച്, ഉണ്ണിയെ കാത്തു സൂക്ഷിക്കുന്ന യൗസപിതാവ്, ഉണ്ണിയെ വളർത്തുന്ന, ഈശോയെ വളർത്തുന്ന യൗസപിതാവ്, ഈശോയ്ക്ക് വേണ്ട ആഹാരം കൊടുക്കുന്ന യൗസപിതാവ്, ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കി കൊടുക്കുന്ന യൗസപിതാവ്, ഈശോയെ പഠിപ്പിക്കുന്ന യൗസപിതാവ്. അപ്പനെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്, അല്ലേ? അപ്പനെ അനുകരിക്കും, അപ്പനെ ഒബ്സേർവ് ചെയ്യും, അപ്പനെ നിരീക്ഷിക്കുന്ന മക്കള്. ഈശോ നിരീക്ഷിച്ചതും ഈശോ കണ്ടുപഠിച്ചതും ഈശോയെ വളർത്തിയതും ഒക്കെ ഈ യൗസപിതാവാണ്. ഈ യൗസപിതാവിൻ്റെ പിതൃത്വത്തിലേക്ക്, ആത്മീയ പിതൃത്വത്തിലേക്ക് നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ അപ്പൻ ഈശോയെ സ്നേഹിച്ച് വളർത്തിയതുപോലെ, ഈശോയെ അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചതുപോലെ, ഈശോയെ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച് വളർത്തിയതുപോലെ നമ്മെയും യൗസപിതാവ് വളർത്തും. നമുക്ക് ഒരപ്പൻ കൂടിയേ തീരൂ. അതുകൊണ്ട് ഈശോ ഭൂമിയിൽ ജനിച്ചപ്പോൾ ഒരപ്പനില്ലാത്തവനായല്ല ജനിച്ച, ഒരപ്പനെ വേണം. അതുകൊണ്ട് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയിൽ, മനുഷ്യാവതാരത്തിൽ അപ്പന് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് യൗസപിതാവിനെ പ്രത്യേകം സൃഷ്ടിച്ച് യൗസപിതാവിനെ വലിയ അഭിഷേകത്തിൽ വളർത്തി, ആ ബലത്തിൽ, ബ്രഹ്മചര്യത്തിൽ ഉറപ്പിച്ച് ഒരു കുടുംബത്തിൽ ഒരപ്പൻ്റെയും ഒരമ്മയുടെയും മകനായിട്ട് ജനിക്കുവാനാണ് ഈശോ തിരുമനസ്സായത്. ഈശോ ഒരപ്പൻ്റെ മോന. പ്രിയപ്പെട്ടവരെ, അപ്പനില്ലാത്ത കുടുംബങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ ഒത്തിരിയേറെ നാശകാരണമാണ്. ഡൈവേഴ്സും മറ്റുമായിട്ട് ഇന്ന് അപ്പനില്ലാതെ സെപ്പറേറ്റഡ് ആയിട്ട് മക്കൾ വളരുമ്പോൾ അപ്പനില്ലാത്തതിൻ്റെ നൊമ്പരം അനേകം മക്കൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ലോകത്തിന്, സാർവത്രിക സഭയ്ക്ക്, ദൈവമക്കൾക്ക് പിതാവായ ദൈവം തൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ നൽകിയിരിക്കുന്ന, അതിനുവേണ്ടി പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം നൽകി, സ്നേഹം നൽകി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന
യൗസേ പിതാവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈശോ സമർപ്പിച്ച പോലെ തൻ്റെ ജനനത്തില്, വളർച്ചയില്, എല്ലാറ്റിലും ഈശോ യൗസേ പിതാവിനെ സമർപ്പിച്ചതുപോലെ നാമും യൗസേ പിതാവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈശോയെ വളർത്തിയ, ഈശോയെ കാത്തു സൂക്ഷിച്ച, ഈശോയെ പരിപാലിച്ച യൗസേ പിതാവ് എന്നെയും നിന്നെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും വളർത്തും. അതുകൊണ്ട് ഇന്ന് സഭയെ നമുക്ക് യൗസേ പിതാവിന് പ്രതിഷ്ഠിക്കാം. നമ്മുടെ കുടുംബങ്ങളെ യൗസേ പിതാവിന് പ്രതിഷ്ഠിക്കാം. നമ്മെ ഓരോരുത്തരെയും യൗസേ പിതാവിന് പ്രതിഷ്ഠിക്കാം. നമ്മുടെ മക്കളെ യൗസേ പിതാവിന് പ്രതിഷ്ഠിക്കാം. യൗസേ പിതാവിൻ്റെ അടിമ എന്നൊക്കെ പറയില്ലേ, അടിമ വയ്ക്കുന്ന. ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിലൊക്കെ യൗസേ പിതാവിന് അടിമ വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതൊക്കെ അമ്മയും അപ്പനും ഒക്കെ. ഈ ഒരു അടിമ വയ്ക്കുന്ന ഒരു പ്രതിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നമ്മളത് വ്യക്തിപരമായിട്ട് ചെയ്യുമ്പോൾ യൗസേ പിതാവ് നമ്മെ അതുപോലെ കാത്തു സൂക്ഷിക്കും, നമ്മെ പരിപാലിക്കും. അതുകൊണ്ട് യൗസേ പിതാവായ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരേ ഒരു വിശുദ്ധനുള്ളൂ, അത് യൗസേ പിതാവാണ്. നമ്മളൊക്കെ ഈശോയുടെ പ്രതിരൂപങ്ങളാണ്. അനദർ ക്രൈസ്റ്റ് എന്ന് പറയാ, ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാണ് നമ്മളൊക്കെ. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ ഒറ്റ പ്രതിനിധിയുള്ളൂ. പിതാവായ ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒറ്റ വിശുദ്ധനുള്ളൂ, അത് വിശുദ്ധ യൗസേ പിതാവാണ്, നമ്മുടെ ആത്മീയ പിതാവ്. ആ പിതാവിൻ്റെ സംരക്ഷണത്തിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. അല്പസമയം ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഈ അപ്പനോട് ചേർന്ന്, ഈ പിതാവിനോട് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സഭയെയും എല്ലാം പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യൗസേ പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങേ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിരൂപം എന്ന പോലെയും പിതാവിൻ്റെ പ്രതിനിധിയായും അങ്ങയെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ അങ്ങ് സൃഷ്ടിച്ച വിശുദ്ധ യൗസേ പിതാവിനെ ഓർത്ത്, അങ്ങ് തിരഞ്ഞെടുത്ത യൗസേ പിതാവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ യൗസേ പിതാവിനെ ഞങ്ങൾക്കും പിതാവായി നൽകിക്കൊണ്ട് യൗസേ പിതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിലും മധ്യസ്ഥത്തിലും പരിപാലനയിലും ആയിരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, പിതാവായ ദൈവമേ, അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ മാറ്റുവാൻ വേണ്ടി അങ്ങ് തിരുമനസ്സായിക്കൊണ്ടാണല്ലോ ഈശോയെ ഞങ്ങൾക്ക് നൽകിയത്. ഈശോയിലൂടെ ഞങ്ങളെ രക്ഷിക്കുക മാത്രമല്ല, പിന്നെയോ പിതാവായ ദൈവമേ, അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ ഉയർത്തി. പിതാവേ, അങ്ങയെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകി. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ പിതാവേ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ വേണ്ടി, ആ പിതൃവാത്സല്യത്തിലും പിതൃ സംരക്ഷണത്തിലും ആയിരിക്കുവാൻ വേണ്ടി ഈശോയ്ക്ക് യൗസേ പിതാവിനെ നൽകിയതുപോലെ തന്നെ ഞങ്ങൾക്കും ഈ യൗസേ പിതാവിനെ നൽകി അനുഗ്രഹിച്ചുവല്ലോ. യൗസേ പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യൗസേ പിതാവിൻ്റെ ആത്മീയ പിതൃത്വത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കണമേ, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കണമേ. യൗസേ പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ, യൗസേ പിതാവിൻ്റെ പിതൃത്വ പരിപാലനയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ ഈശോയെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിശുദ്ധ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തുപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നായകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണയുള്ള യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളി മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ മഹത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തൻ്റെ കുടുംബത്തിന്റെ നാഥനാക്കി സകലത്തിൻ്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിപാലനയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങനെ അങ്ങയുടെ വളർത്തു പിതാവായി യൗസേപ്പ് പിതാവിനെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായും പിതാവായും ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ജീവിത മാതൃക അനുകരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ട വലിയ അഭിഷേകവും കൃപയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന യൗസേപ്പ് പിതാവിനെ ഞങ്ങളുടെ പിതാവായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ പിതൃത്വം യൗസേപ്പ് പിതാവിന് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈശോയെ, അപ്പനില്ലാത്ത എല്ലാ മക്കളെയും, അപ്പനില്ലാത്തതിൻ്റെ നൊമ്പരം പേറുന്ന എല്ലാ മക്കളെയും ഈശോയെ ഈ സമയം യൗസേപ്പ് പിതാവിന് പ്രത്യേകം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പനില്ലാത്ത മക്കൾക്ക് യൗസേപ്പ് പിതാവിൻ്റെ പിതൃസ്നേഹം, പിതൃവാത്സല്യം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ വലിയ അഭിഷേകം എല്ലാ കുടുംബങ്ങൾക്കും നൽകണമേ. അപ്പനില്ലാത്ത, അപ്പൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത, അപ്പൻ്റെ സ്നേഹം കിട്ടാത്ത, അപ്പനുണ്ടായിട്ടും അപ്പൻ്റെ സ്നേഹം കിട്ടാത്ത ഒത്തിരി മക്കളുണ്ട്. ഈശോയെ, അങ്ങേക്കറിയാലോ. അങ്ങയുടെ എല്ലാ മക്കൾക്കും അപ്പൻ്റെ സ്നേഹം നൽകി യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ഒരു ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും യൗസേപ്പ് പിതാവിൻ്റെ വലിയ പിതൃവാത്സല്യത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.
നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.